ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഇപ്പോഴും എനിക്ക് റിനിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. ഉറക്കം വരുന്നു. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം. ഞാൻ വെറുതെ പറയുകയല്ല, ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താണ്? ഞാൻ തരാം, ചാറ്റ് തരാം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. എനിക്കറിയുന്ന അതിനുശേഷമുള്ള റീസെൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടു മുമ്പ് മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു, ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോകും. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, മെയ് 28 നൽകണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മേ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള, ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ആൾ ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. ആ ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മെയ് 28-നാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട്, തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷനുള്ളതെന്ന് അവരെന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാൾ. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചിരുന്ന, അപ്പം നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ട് എൻ്റെ ഓടി അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടുമില്ല, 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ റിനി ആരോപണമായിട്ട് ഉന്നയിച്ചത് എന്താ? 24 മണിക്കൂറിനകം മിസ്ബിഹേവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കൺവെർസേഷൻ പുറത്തേക്ക് വിടട്ടെ. റിനിയുടെ മറുപടി എന്തായിരുന്നു എന്നും പുറത്തേക്ക് വിടട്ടെ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, റിനി എന്ത് പറഞ്ഞു എന്നുള്ള സാധനം പുറത്തേക്ക് വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, റിനി അനുവദിച്ചാൽ ആ കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. ഒന്ന്, ഇനിയും കോടതിയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, കോടതിയിൽ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ടാണോ? എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്നത് മാധ്യമങ്ങളിലല്ലേ, പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ. മാധ്യമങ്ങൾ വന്നതിൻ്റെ അത്രയും പോലും കോടതിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ. അപ്പോൾ എനിക്കതല്ലല്ലോ പേടി. ഞാൻ ആരെയാണ് കരുതിയത്? ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ്. ഇപ്പോഴും എൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രീ ഹാഷ്മി, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.